ചില കാര്യങ്ങൾ, ചില ഡിസിഷൻസ് എന്താണ് ക്യാപ്റ്റൻസ് അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് എടുക്കുന്ന കാണുമ്പോഴല്ലോ ഭയങ്കര സന്തോഷവും. അതിൽ എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് സിറാജിനെ കളിപ്പിച്ചതാണ്. ഇപ്പൊ മുഹമ്മദ് സിറാജിനെ കളിപ്പിക്കാൻ എന്താണ് കാരണം എന്നിങ്ങനെ കമന്റേറ്റേഴ്സ് ഇടയ്ക്ക് മൈക്ക് ഹസൻ RCBയുടെ എന്താ പറയാ കോച്ചിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഈ ഒരു സ്ഥലത്ത് നന്നായിട്ട് ബോൾ സ്വിങ് ആവുന്നുണ്ട്. അങ്ങനെ സ്വിങ് നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ടീം സൈഡിൽ ഉണ്ടായിരുന്നതിൽ മുഹമ്മദ് സിറാജ് ആണ് ഏറ്റവും നന്നായിട്ട് സ്വിങ് ചെയ്യുന്നത്. അപ്പൊ ആളൊന്ന് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് അത് ഡെലിവർ ചെയ്ത രീതി കണ്ടോ? ആദ്യത്തെ 2 ഓവറിൽ 3 വിക്കറ്റിന് 100 റൺസ്. അത് വേറെ തന്നെ ഒരു ലെവൽ ടൈപ്പ് ഓഫ് കളിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ബോൾ കറക്റ്റായിട്ട് സ്വിങ് ചെയ്യുക, എന്താണ് ബാക്കിയുള്ളവർക്ക് ചെറുതായിട്ട് ഒരു 4 ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടോം പാറ്റൺ. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് നിന്നിട്ട് 0 റൺസിന് വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒട്ടും നിസ്സാരമല്ല. മുഹമ്മദ് സിറാജ് ആണ് ആക്ച്വലി കളി സിമ്പിളായിട്ട് ജയിപ്പിച്ചത്. തുടക്കത്തിൽ തന്നെ 3-4 വിക്കറ്റ് പോയി, പിന്നെ പേടിക്കാൻ തുടങ്ങി, പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ കറക്റ്റ് പ്ലേയേഴ്സിനെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവരുന്നതിന്റെ ആ ബ്രില്യൻസ് ഇല്ലേ, അത് ഹാറ്റ്സ് ഓഫ്. അതിലൊന്നും പറയാനുമില്ല. അതുപോലെ തന്നെ സ്വിങ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ബോൾ എവിടെ വരുന്നു എന്താ ചെയ്യുന്നില്ല. ഈ പ്ലാസ്റ്റിക് ബോൾ എയറിലിട്ടുണ്ടെങ്കിൽ സ്വിങ് ചെയ്യില്ലേ, അതുപോലത്തെ സാധനം. മുഹമ്മദ് സിറാജിന് ഒരു ചാൻസ് കിട്ടി, ഡെലിവർ ചെയ്തു, ഗംഭീരം. പക്ഷേ മുഹമ്മദ് സിറാജ് ഇത് ചെയ്യുമ്പോഴും ഞാൻ സ്ഥിരമായിട്ട് ബാംഗ്ലൂരിന്റെ കളി കാണുന്ന സമയത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്ന ഒരാളുണ്ട്, ക്രിസ് മോറിസിന്റെ എക്സ്പീരിയൻസും ക്രിസ് മോറിസിന്റെ ആ ഒരു ലൈൻ ലെങ്ത്തും പിടിച്ചുള്ള ബോളിങ്ങും രണ്ടും കൂടെ വരുമ്പോൾ ഉണ്ടാവുന്ന ഈ റണ്ണിനുള്ളൊരു ബുദ്ധിമുട്ടില്ലേ, അത് മിക്കവാറും ബാറ്റ്സ്മാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അടുത്ത ഓവറിലായിരിക്കും. അതും ഇതിലേക്ക് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിരുന്നു. കാരണം ക്രിസ് മോറിസിന്റെ ബോൾ അധികം സ്വിങ് ചെയ്യുന്നില്ല. അപ്പൊ ലൈനിൽ വരുന്നു അധികം കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വിങ് ചെയ്യുന്ന ബോളിൽ റിസ്ക് എടുക്കാൻ പോകുമ്പോൾ എടുത്ത് എഡ്ജ് വരുന്നു. ക്രിസ് മോറിസ് ബാംഗ്ലൂർ ടീമിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കഴിഞ്ഞ കളിയിൽ ബാറ്റ് ചെയ്തിട്ട് അത്യാവശ്യം റൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ക്രിസ് മോറിസിന്റെ ഈ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഇത്രയും പ്രസ് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ അത് മാത്രമല്ല, ഈ വിരാട് കോഹ്ലിയുടെ ഇന്നത്തെ ഒരു ഡിസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ ചേസ് ചെയ്യാൻ കുറച്ച് റണ്ണേ ഉള്ളൂ, 85 ചേസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഈ 85 ചേസ് ചെയ്യാനുള്ള സമയത്ത് ഞാൻ സത്യം പറഞ്ഞ ഓപ്പണിംഗിൽ ചെറിയൊരു വേരിയേഷൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ട്രോങ് കോമ്പിനേഷൻ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ. എന്നിട്ട് ഗുർകീരത് മാൻ സിംഗിന് 1 ഡൗൺ വിട്ടത് അതൊരു നല്ല മൂവായിരുന്നു. കാരണം നാളെ എപ്പോഴാണ് അടുത്ത മാച്ചിലോ പിന്നെ വരും മാച്ചസിലോ അല്ലെങ്കിൽ പ്ലേ ഓഫ്സിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴാണ് ഗുർകീരത് മാൻ സിംഗിന് ഇറങ്ങേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറക്കുന്നു, നന്നായിട്ട് കളിക്കുന്നു. ഇതാണ് കിട്ടിയ ചാൻസ് 100% ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ടീമിലുള്ളപ്പോൾ തന്നെ പകുതി ധൈര്യമുണ്ട്. ഡിവില്ലിയേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി, കാരണം ചെറിയ റണ്ണാണല്ലോ സ്കോർ ചെയ്തിട്ടുള്ളത്. അതേപോലെ വിരാട് കോഹ്ലി കൂടെ നിന്ന് കൊടുക്കുന്നു. ഗുർകീരത്തിന്റെ ഷോട്ട്സ് കണ്ടാൽ നമുക്ക് കോൺഫിഡൻസ് മനസ്സിലാവും. നല്ല ഇരുന്നിട്ട് സുഖമായിട്ടൊക്കെ എടുത്തിട്ടാണ് സ്വീപ്പ് ചെയ്യുന്നത്. ആകപ്പാട് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവാതെ പോയൊരു സാധനം, കഴിഞ്ഞ കളിയിൽ ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്ത ലോക്കി ഫെർഗുസനെ എന്തുകൊണ്ട് ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നില്ല? ഗിവൺ ഈ ആദ്യത്തെ 5-6 ഓവറിൽ ഇവർക്ക് വിക്കറ്റ് അത്രയ്ക്ക് അർജന്റായിരുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, ബാംഗ്ലൂരിന്റെ 2-3 വിക്കറ്റ് തുടക്കത്തിൽ പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇവർക്ക് വി ആർ ഇൻ എന്നൊരു സാധനമെങ്കിലും മനസ്സിൽ വന്നേനെ. ലോക്കി ഫെർഗുസന് കൊടുക്കാണ്ട്, അത് കഴിഞ്ഞ കളിയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർക്ക് കൊടുക്കാണ്ട് ഈ ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് പാറ്റ് കമ്മിൻസിന്റെ കൂടെ എന്തുകൊണ്ട് ലോക്കി ഫെർഗുസൺ ഇറങ്ങില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അതിനെന്താ കാരണം എന്നുള്ളത്. പല കാരണങ്ങൾ പറഞ്ഞിട്ട്, കാരണം ന്യൂ ബോളിനേക്കാൾ നന്നായിട്ട് ഓൾഡ് ബോളിലേക്കാണ് ലോക്കി ഫെർഗുസൺ ആയിട്ട് എറിയുന്നതെന്നൊക്കെയുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ 85 പോലത്തെ ഒരു ചെറിയ ടാർഗറ്റ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഹാവ് ടു ഗിവ് യുവർ ബെസ്റ്റ് ബോളർ ആ ചാൻസ് കൊടുക്കണം. കാരണം ഫെർഗുസൺ വന്നപ്പോൾ തന്നെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അത് പക്ഷേ തുടക്കത്തിലെ, കാരണം ആരൺ ഫിഞ്ച് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ടിലേക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയെന്ന് ശരിക്കും ഫെർഗുസനെ കൂടി ചെയ്യേണ്ടത്. ചില സമയത്ത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ചിന്തിക്കാവുന്നതും അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഓരോ ടീമിനും ഓരോ പ്ലാൻ ഉണ്ട്. പക്ഷേ ബാംഗ്ലൂർ വെൽ പ്ലേഡ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ മോശം ഫോമിലായിരുന്നു, അല്ലെങ്കിൽ വളരെ ചെറിയ സ്കോറുകൾക്ക് ഔട്ടായിക്കൊണ്ടിരുന്ന ഒരു ടീം ഈ വർഷം കപ്പിന് വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. ഓരോ കളിയും ജയിക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കുന്നത്, കപ്പിന് വേണ്ടിയിട്ട്. അതിൽ കുറഞ്ഞ ഒരു സാധനം RCBക്ക് ഈ തവണ മുതലാവില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല കോച്ചിനെ കൊണ്ടുവന്നത്. വിരാട് കോഹ്ലി അത് തന്നെ ഫ്രണ്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻറ്റന്റ് ഇല്ലേ, ഏത് ടീമും ആയിക്കോട്ടെ, ആ ഇൻറ്റന്റ് കാണിക്കുമ്പോൾ തന്നെ ആ ടീമിനോട് നമുക്കൊരു റെസ്പെക്ട് വരാനുണ്ട്. അത് ഈ പ്രാവശ്യം RCB ഏൺ ചെയ്തിട്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ മോശം പെർഫോമൻസസ് നിന്ന് ഈ പ്രാവശ്യം അതിന്റെ ഷാഡോന്റെ അപ്പുറത്താണ് അവർ നിൽക്കുന്നത്, വേറൊരു ലെവലിൽ നിന്നിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻറ്റന്റ് കാണിച്ചു വരുന്ന ടീമിന്റെ അടുത്ത് അവരെല്ലാ കളി അങ്ങനെ തന്നെയായിരുന്നു. 1-2 ബാഡ് ഡിസിഷൻസ് ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ആവണം, ഈ കളി ജയിക്കണമെന്നില്ല, ചാമ്പ്യൻസ് ആവണം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഫെർഗുസൺ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അറക്കറ്റ്സ് മീഡിയ.